ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. തൊഴിൽ രംഗത്തെ അസ്വസ്ഥതകളും സാമ്പത്തിക നഷ്ടങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാവും. ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥകൾ വന്നു ചേരും. ശിരസ് സംബന്ധമായ അസുഖം മൂലം വ്യാധിഭയം ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് ഈ വാരം പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് മനക്ലേശവും അത്യുദ്ധാനവും ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. പല തടസ്സങ്ങളും ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ രോഗാരിഷ്ടതകൾ കാരണം മനക്ലേശമുണ്ടാവും. കാർഷിക മേഖലകളിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ പല നേട്ടങ്ങളും ഉണ്ടാവും. കർമ്മഗുണവും ഉന്നത സ്ഥാനമാന ലബ്ധിയും വാഹനലാഭവും ഭാഗ്യപുഷ്ടിയും ഉണ്ടാവും. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ യഥാസമയത്ത് ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. കലാകായിക രംഗത്തുള്ളവർക്ക് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായ നല്ല അവസരങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും. കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയമുണ്ടാവും. കലാകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് ജോലി സംബന്ധമായ അനുകൂലാവസ്ഥകൾ വന്നു ചേരും. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. സുഖകാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടി വരും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ, മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ രാശിക്കാർക്ക് പലപ്രകാരേണ ധനലാഭമുണ്ടാവും. അധ്യാപന വൃത്തിയിലും ബാങ്കിങ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും. ദൈവാധീനത്താൽ ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാവും. ഇന്നേ വരെ പൂർത്തിയാക്കാതിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മാനസികമായും ശാരീരികമായും ഉല്ലാസം അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഭാര്യാഭർത്തൃ സൗഖ്യവും ശുഭാപ്തി വിശ്വാസം, ആത്മധൈര്യം എന്നിവ നേടും. വിദേശവാസികൾക്ക് ഉത്തമ കാലഘട്ടം. നാട്ടിൽ ഗൃഹം വാങ്ങുവാൻ യോഗം കാണുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്നതിൽ ദോഷമില്ല. മുതിർന്നവർക്ക് സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനം മാറി തൊഴിലിൽ ഏർപ്പെടാൻ പറ്റിയ സമയമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ട സിദ്ധിയുണ്ടാവും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ, പുണർദാവസാന പാദം, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് കാര്യതടസ്സവും രോഗപീഠകളും ഈ ആഴ്ച ഉണ്ടാവും. മറ്റുള്ളവരുടെ ചതിയിലൂടെ ഉണ്ടാകാനിടയുള്ള അപകടത്തെ കരുതിയിരിക്കുക. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റമുണ്ടാവും. ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ കഴിവ് തെളിയിക്കുവാൻ പറ്റും. എല്ലാ കാര്യത്തിലും അലസതാ മനോഭാവം കാണിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങളുണ്ടാവും. സാഹിത്യം, പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. കല, കായികം, പത്രപ്രവർത്തനം, പ്രിൻറ്റിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മനസ്സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാവും. ജലവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം. വിവാഹപ്രായമായവർക്കും തടസ്സങ്ങൾ മാറി നല്ല ആലോചനകൾ വന്നു ചേരും.
കൃഷിയിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാപനം വിപുലീകരിക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ് ഉത്രമുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യപകുതി. സഹോദരൻ നിമിത്തം മനക്ലേശമുണ്ടാവും. സഹായിച്ചവരിൽ നിന്ന് പ്രതികൂല ഫലം അനുഭവിക്കേണ്ടി വരും. ജോലിയിൽ പ്രതികൂല സാഹചര്യങ്ങൾ പലതുമുണ്ടാവും. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമല്ല. ബിസിനസ്സുകാർക്ക് ചെറിയ നേട്ടം ഉണ്ടാവും. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. സംഭാഷണത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുക. കലാകായിക രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് അപവാദങ്ങളും സ്ഥാനചലനവും ഉണ്ടാവും. കേസുകളിൽ അകപ്പെടാൻ സാധ്യത കാണുന്നു. ചെലവുകൾ അധികരിക്കും. ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത. കടബാധ്യതകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. കർമ്മരംഗത്ത് സ്ഥാനപ്രാപ്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും. ബിസിനസ്സുകാർക്കും കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തികമായി ഉന്നതി പ്രതീക്ഷിക്കാം. വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തകർക്കും സ്ഥാനലബ്ധി ഉണ്ടാവും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാര പദവി വന്നുയരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. സർക്കാർ സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാവും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും. സന്താനങ്ങൾ വഴി സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട. കർമ്മരംഗത്ത് കാതലായ മാറ്റം ഉണ്ടാവും. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്ക് അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ബിസിനസ്സിനായി അധികം പണം ചെലവഴിക്കേണ്ടിയും വരും. സുഹൃത്തുക്കൾ മൂലം അപവാദം കേൾക്കുവാനിടവരും. കർമ്മരംഗത്ത് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരുവാനും സാധ്യത. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനോവിഷമമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ നഷ്ടമാകും. ഭൂമി ഇടപാടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പ്രതീക്ഷിച്ച ധനാഗമം ഉണ്ടാവുകയില്ല. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും. ബാങ്ക് ലോണുകൾ യഥാസമയത്ത് അനുവദിച്ച് കിട്ടും. സന്താനം മൂലം അഭിമാനിക്കാവുന്ന അവസ്ഥകൾ വന്നു ചേരും. കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. ഭാഗ്യക്കുറി, ഊഹക്കച്ചവടം എന്നിവ മൂലം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടാവും. പുതിയ സംരംഭങ്ങളിൽ അപ്രതീക്ഷിത വിജയം പ്രതീക്ഷിക്കാം. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വീട് വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക.
മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാവും. അഭീഷ്ടസിദ്ധിയും ഈ ആഴ്ച ഉണ്ടാവും. ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം കുറയും. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും പുതിയ അവസരങ്ങളും വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവിഹിതം കൂടും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിലൂടെ ലാഭം ഉണ്ടാവും. ഊഹക്കച്ചവടത്തിലും സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. ശാരീരിക ക്ഷീണവും മനസ്സിന് അസ്വസ്ഥതകളും ഈ ആഴ്ചയുണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടവും കോട്ടവും ഉണ്ടാവും. ആവശ്യമില്ലാതെ പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കേണ്ടി വരും. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും. ബിസിനസ്സുകാർക്ക് അവിചാരിതമായി ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനും സാധ്യത. ധനകാര്യ മേഖലയിലുള്ളവർ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും. കാർഷിക മേഖലയിലുള്ളവർക്ക് ലാഭം കുറയും. ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. പുതിയ ഗൃഹാരംഭ പ്രവർത്തനം നടത്തും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. കാര്യതടസ്സങ്ങൾ പലതും ഈ ആഴ്ചയുണ്ടാവും. ബന്ധുകലഹത്തിനും സാധ്യത കാണുന്നു. കർമ്മരംഗം മെച്ചപ്പെടും. ബിസിനസ് മേഖലയിൽ നേട്ടമുണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധി ഉണ്ടാവും. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. സന്താനങ്ങളെ കൊണ്ട് നേട്ടമുണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.